ഇംഗ്ലണ്ടിനെതിരെ അവരുടെ നാട്ടിലൊരു ടെസ്റ്റ് പരമ്പര ഇന്ത്യ കളിക്കാനിറങ്ങുകയാണ്. പുതിയൊരു ടീമായിട്ടാണ് ഇന്ത്യ പോകുന്നത്. വിരാട് കോഹ്ലി ഇല്ല, രോഹിത് ശർമ്മയില്ല, ഗില്ലാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അപ്പോൾ ഇന്ത്യൻ ടീമിൽ ഏറ്റവും അധികം നമ്മൾ പ്രതീക്ഷിച്ചൊരു താരം, ഒരുപാട് താരങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കരുൺ നായർ ടീമിൽ ഇടം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. KL രാഹുൽ ഒരു ശക്തമായ സാന്നിധ്യമായി ടീമിലുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഒരു വലിയ പ്രതീക്ഷ ആളുകൾ വെച്ചിരുന്നൊരു താരം ശ്രേയസ് അയ്യരായിരുന്നു. പക്ഷേ ശ്രേയസ് അയ്യരെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ആ ഒരു നീക്കത്തെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സൗരവ് ഗാംഗുലി. ഗാംഗുലി പറയുന്നത്, ഞാനാണ് സെലക്ടർ എങ്കിൽ തീർച്ചയായും ശ്രേയസ് അയ്യരെ ടീമിൽ ഉൾപ്പെടുത്തും എന്നാണ്. അത് ശരിയാണോ ഗാംഗുലി ഇപ്പോൾ പറയുന്ന ഈ ഒരു വിമർശനം? നമ്മളെല്ലാം പ്രതീക്ഷിച്ചു തന്നെയാണ് ശ്രേയസ് അയ്യർ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. കാരണം ശ്രേയസിന്റെ കഴിഞ്ഞൊരു വർഷത്തെ പെർഫോമൻസ് ഒക്കെ അല്ല, ഏത് ഫോർമാറ്റിലായാലും പെർഫോമൻസ് ഒക്കെ നമുക്ക് അദ്ദേഹം അർഹിച്ചിരുന്നു എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം അഗാക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പിന്നെ അദ്ദേഹം നന്നായിട്ട് കളിക്കുന്നുണ്ട്, പിന്നെ ലിമിറ്റഡ് ഓവർ നന്നായി കളിക്കുന്നു. പക്ഷേ ഈ ടെസ്റ്റിലേക്ക് വരുമ്പോൾ 18 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു സ്പേസ് അദ്ദേഹത്തിന് ഇല്ല, അദ്ദേഹത്തിന് ഉൾക്കൊള്ളിക്കാനുള്ള സ്പേസ് കിട്ടുന്നില്ല എന്ന് പറയുന്നു. അത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഈ 18 പേര് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കരുൺ നായരായാലും KL രാഹുൽ ഇവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ശ്രേയസ് അയ്യർ എന്തുകൊണ്ട് മാറ്റി എന്നുള്ള ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൃത്യമായിട്ടുണ്ടോ അറിയില്ല. ശ്രേയസ് അയ്യർ പിന്നെ തിരിച്ചു വന്നത് ഇന്ത്യൻ ടീമിലേക്ക് ഒരു പുറത്തായിരുന്നു, ഒരു പനിഷ്മെന്റ് പോലെ തന്നെ പറയാം. പുറത്തു പോയിരുന്നു താരം. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയിലായാലും ഇപ്പം വന്ന് നമ്മുടെ IPL ആയാലും അതിന് മുമ്പ് ആഭ്യന്തര സീസണിലാണെങ്കിലും മികച്ച. ഗാംഗുലി പറയുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞൊരു വർഷമായിട്ട് ഏറ്റവും മികച്ച ഫോമിലുള്ള ഒരു താരമാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ നന്നായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട്. ആഭ്യന്തര ക്രിക്കറ്റ് പറയുകയാണെങ്കിൽ കരുൺ നായരും ശ്രേയസ് അയ്യരും എത്തിയില്ല. അപ്പോൾ ഇപ്പൊ ഗാംഗുലി പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഗാർക്കർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സെലക്ടിംഗ് കമ്മിറ്റി പറയുന്ന ഒരു ന്യായം, അല്ലെങ്കിൽ 18 മികച്ച 18 താരങ്ങൾ എടുത്തു എന്ന് പറയുന്ന ന്യായം ഇതല്ല എന്ന രീതിയിലാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, ഇപ്പൊ സെലക്ഷൻ പ്രോസസ് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഇപ്പൊ മറുവശത്ത് ടീമിലെത്തിയിട്ടുള്ള സായ് സുദർശൻ എന്ന് പറയുന്ന അത്ര മോശം പ്രകടനം നടത്തുന്ന ഒരു താരമല്ല. ഇപ്പോഴത്തെ ഒരു ടീമിൽ നിന്ന് ആരെ ഒഴിവാക്കും എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും അയ്യര് ഒരു സ്ഥാനം അർഹിച്ചിരുന്നില്ലേ എന്ന ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത് പ്രധാനമായിട്ടും. അതെ, അത് ഈ പറഞ്ഞാൽ തന്നെ നമ്മള് അദ്ദേഹത്തിന്റെ ഇപ്പം എനിക്കൊന്ന് സെലക്ടർമാർ ഓരോ സ്ലോട്ട് വെച്ചിട്ട് ഓപ്പണിംഗ് അതുപോലെ ഓരോ നമ്പറിലൂടെ താരങ്ങളെ സെലക്ട് ചെയ്ത് എങ്ങനെ രീതിയിൽ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ കൂടി എങ്ങനെ ഒരു മധ്യനിരയിൽ ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോയ ഒരു ഇത് നമുക്കറിയാം, ആ ഒരു വലിയൊരു വിടവിലേക്കാണ്. ടെസ്റ്റിനും വിളിച്ചിട്ടുണ്ട്. ഒരു 3 പ്രധാന താരങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഇപ്പോൾ സമീപകാലത്തെ 3 പ്രതിഭകൾ എന്ന് പറയാം. ഇതിഹാസം വിശേഷിപ്പിച്ചാൽ തെറ്റുണ്ടാവില്ല. രോഹിത്തിനും അശ്വിനിയും വിരാട് ഓൾറെഡി അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം ആ 3 താരങ്ങൾ പോയ ഗ്യാപ്പിലേക്ക് ഇന്ത്യക്ക് നികത്തേണ്ടതുണ്ട്. അത് അവർ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്നത് ഗില്ലിനെ പോലെ ഒരു യുവനായകന് കീഴിൽ കളിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ പിച്ചിലേക്കാണ്. അപ്പം വലിയൊരു വെല്ലുവിളി മുന്നിലുണ്ട്. അപ്പം അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് നിരയും ബൗളിംഗ് നിരയും വേണം. ബൗളിംഗിൽ നമുക്ക് ബൂംറ എന്നൊരു ആയുധം ഉണ്ടെങ്കിൽ പകുതി ഓക്കെയാണ്. പക്ഷെ അദ്ദേഹം എല്ലാ മത്സരവും കളിക്കില്ല, എങ്കിലും ബൂംറ ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. ബാറ്റിംഗിലേക്ക് വരുമ്പം ഈ വിരാടിന്റെയും രോഹിത്തിന്റെയും സ്പേസ്, അവർ ബോർഡർ ഗോസ്കർ ട്രോഫിയിൽ ഇവർ എത്രത്തോളം കളിച്ചിരുന്നു, ഒരു ഫോം ഔട്ട് ആയിരുന്നു രോഹിത്തിന്റെ പ്രകടനം, അതൊക്കെ വേറെ ചോദ്യങ്ങളാണ്. പക്ഷെ ഇവർ തമ്മിലുണ്ടാവും, 2 താരങ്ങളുണ്ടാവും ഒരു കോൺഫിഡൻസ്, ആ ടീമിന്റെ ഒരു ബലം. അത് പോകുന്ന സമയത്ത് ആരൊക്കെയാണ് പകരക്കാരെ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിലേക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ മികച്ച രീതിയിൽ കളിച്ച, പിന്നെ T20 ഫോർമാറ്റിലും ഏകദിന ഫോർമാറ്റിലും മിന്നുന്ന ഫോം ഔട്ടല്ലാത്ത എന്ന് പറയാൻ വേണ്ടി പറഞ്ഞാൽ 2 ഫോർമാറ്റുകളും മികച്ചൊരു താരമായിട്ട് ശ്രേയസ് അയ്യരുണ്ട്, കരുൺ നായരുണ്ട്. ഈ 2 താരങ്ങൾ എന്തുകൊണ്ടും ഈ ടീമിലേക്ക് ഇവർ രണ്ടാളും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി എത്തും എന്ന് പ്രതീക്ഷിക്കാം. ആ പ്രതീക്ഷയില്ലാതെ തെറ്റുമില്ല. ആ പ്രതീക്ഷയുടെ പുറത്താണ് ഇപ്പം ഗാംഗുലി പറയുന്നത്, ഞാനായിരുന്നെങ്കിൽ എടുത്തേനെ എന്ന്. ഗാംഗുലിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രേയസ് അയ്യരിന് ഡൽഹി ക്യാപിറ്റൽസിൽ കളിച്ചപ്പോഴുള്ള ആ ഒരു ബന്ധമുണ്ട്, താരത്തെ നന്നായിട്ട് അറിയുന്നതാണ്. ആ വ്യക്തിബന്ധമല്ല പറയുന്നത്, ഈ താരം അങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ഈ തിരിച്ചുവരവ് ശ്രേയസ് അയ്യരിന്റെ ഒരു രണ്ടാം വരവ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി അതൊരു വലിയ ശക്തമായ തിരിച്ചറിവായിരുന്നു. ഈ തീർച്ചയായും ഇപ്പൊ ദേശീയ കോൺട്രാക്ട് ഒക്കെ നഷ്ടപ്പെടുന്നുണ്ട് ഒരു ഘട്ടത്തിൽ, എന്നിട്ടാണ് ഇത് തിരിച്ചു പിടിക്കുന്നത്. അത് മാത്രമല്ല, ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം, ഇപ്പൊ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിർണായകമായിട്ടുള്ള ഒരു പ്രകടനം. അതിന്റെ മുമ്പ് ഇപ്പൊ ഒരു വിരാട് കോഹ്ലി കളിക്കാത്തൊരു മത്സരത്തിൽ ആണ് ഒരു അവസരം കിട്ടുന്നത്. ആ അവസരം അദ്ദേഹം മുതലാക്കുന്നുണ്ട്. അത് മുതലാക്കുകയും കൃത്യമായി തന്റെ ഫോം നിലനിർത്തുകയും ആ ഒരു കിട്ടിയ അവസരം മുതലാക്കിയതോടുകൂടി ബാക്കിയുള്ള മത്സരങ്ങളും കൂടി കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നുണ്ട്. അതെ, അത് മാത്രമല്ല, ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം മികച്ച താരമായിട്ട് മാറുന്നുണ്ട്. മാത്രമല്ല, ICCയുടെ മെൻസ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് മന്തായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മികച്ച ഫോമിൽ തന്നെയാണ് ശ്രേയസ് അയ്യർ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് IPL വരുന്ന സമയത്ത് IPL ഒരു മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടി അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. നമുക്ക് ലീഡർഷിപ്പിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ കൊൽക്കത്തക്ക് 2024
IPL കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. പഞ്ചാബിന് ഫൈനലിൽ എത്തുന്നുണ്ട്. അങ്ങനെ റണ്ണേഴ്സ് അപ്പായും മാറുന്നുണ്ട്. ഫൈനലിൽ നോക്കിയാൽ ഗില്ലിനേക്കാൾ നായക പദവിയിലേക്കൂടെ പിന്നെ എന്തുകൊണ്ട് പെടുത്തിക്കൂടാന്ന് ചോദ്യം വരും. കാരണം യുവതാരമാണ്. ഗില്ലിനെ ഭാവിയിലേക്കുള്ള ടീം സെലക്ട് ചെയ്യുമ്പോൾ ക്യാപ്റ്റൻ ഗില്ലിപ്പം ഞാൻ പറയണം, ഗില്ല് ഓൾറെഡി ടീമിലുള്ള അദ്ദേഹത്തിനാണ് അങ്ങോട്ടേ പോകുന്നത് ഏതല്ല. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പൊ ഗില്ലിന്റെ IPL പ്രകടനമായാലും നായകൻ എന്ന രീതിയിൽ അവരെ കമ്പയർ ചെയ്യുമ്പോഴും ഗില്ലിനേക്കാൾ ഒരുപടി മുന്നിൽ പിന്നെ നേതൃമികവിൽ ശ്രേയസ് അയ്യർ ഉണ്ടെന്ന് പറഞ്ഞ ആർക്കും അതിന് തള്ളിപ്പറയാൻ തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ 2 സീസണിൽ കണ്ടാണ് അദ്ദേഹം ഡൽഹിയെ നയിച്ചപ്പോൾ നമ്മൾ കണ്ടാണ് നേതൃമികവിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. ഫോമിന്റെ കാര്യത്തിലും ഗില്ലിന്റെ ഫോമും അയ്യറിന്റെ ഫോമും വെച്ച് നോക്കിയാലും പിന്നെ ഗില്ല് ഫോം ഔട്ട് ആണെന്നല്ല പറയുന്നത്. പക്ഷെ അതിലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ശ്രേയസ് അയ്യർ തന്നെയാണ്. ഇപ്പം ക്യാപ്റ്റനാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ക്യാപ്റ്റനാക്കിയിട്ട് വരുന്നത് ടീമിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ ഇതാണ്. അതിലൊരു വലിയൊരു മാറ്റം വരുന്നുണ്ട്. ഇപ്പൊ കരുൺ നായർ നമ്മൾ ഈ ശ്രേയസ് അയ്യർ അല്ലെങ്കിൽ കരുൺ നായർ എന്നൊരു ഓപ്ഷൻ ആയിട്ട് ചിലപ്പം സെലക്ടർമാർ എത്തിയിട്ടുണ്ടാവും മധ്യത്തിലേക്ക് വരുമ്പോൾ. പക്ഷെ കരുൺ നായർ ഒരിക്കലും ഒഴിവാക്കാനാവില്ല. അദ്ദേഹം ഈ ഇതിനേക്കാൾ അതെ ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. എനിക്ക് തോന്നുന്നത് വളരെ ചുരുങ്ങിയ ടെസ്റ്റ് മത്സരങ്ങളിൽ മാത്രമാണ് കരുൺ നായർക്ക് അവസരം കിട്ടിയിട്ടുള്ളത്. 8 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. അതൊരു വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കരുൺ നായർ കഴിഞ്ഞ രഞ്ജി സീസണിലൊക്കെ ആഭ്യന്തര സീസണിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു ടീമാണ്, താരമാണ്. എന്തായാലും അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ, ഒരു പക്ഷേ അഗാർക്കർ നൽകുന്ന ഒരു സൂചനയുണ്ട് കൃത്യമായിട്ട്. അഗാർക്കറോട് ചോദിക്കുന്ന സമയത്ത് അഗാർക്കർ പറയുന്നത് ഇപ്പോഴില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിൽ എത്താനുള്ള ഒരു സാഹചര്യം ഉള്ളത്. അതോടൊപ്പം തന്നെ കരുൺ നായർ, ഇപ്പോൾ കോഹ്ലി രോഹിത് ശർമ്മയുടെ ഒക്കെ ഒരു അവര് ഒഴിവാക്കി വെച്ച, കോഹ്ലി പ്രത്യേകിച്ച് 4ാമത്തെ പൊസിഷനിലൊക്കെ ഒഴിവാക്കി വെച്ച ഒരു പരിചയ സമ്പത്ത് ഉണ്ട്. അതിന് ഒരു പരിചയ സമ്പത്തുള്ള ഒരു താരത്തെ എടുക്കുന്നു എന്ന രീതിയിലാണ് കരുൺ നായരെ ഇവര് പരിഗണിക്കുന്നത്. അത് മാത്രമല്ല ശ്രേയസ് അയ്യർ ഭാവിയിൽ അവസരം അദ്ദേഹത്തിന് ലഭിക്കാമെന്നാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു വേറെ അർത്ഥത്തിൽ കരുൺ നായരെ സംബന്ധിച്ച ഒരു വലിയ പരീക്ഷ തന്നെയായിരിക്കും സീരീസ്. ഈ നമ്മൾ പറഞ്ഞത് നമ്മള് കരുൺ നായർ ഇപ്പോഴും എടുക്കാതിരിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. കരുൺ നായരാണ് എടുക്കാതിരുന്നത്. ഇതിനേക്കാൾ വിമർശനങ്ങളായിട്ടും പിന്നെ ഗാംഗുലി ഉൾപ്പെടെയുള്ള തന്നെ മുൻതാരങ്ങളെല്ലാം ക്രിക്കറ്റ് നിരീക്ഷകരെല്ലാം എത്തിയാണ്. കാരണം കരുൺ നായരെ പരിഗണിക്കാതിരിക്കാൻ സെലക്ടർമാർക്ക് പറ്റില്ല. ഇപ്പൊ പറഞ്ഞ വെച്ചാൽ രഞ്ജി ട്രോഫിയിൽ അദ്ദേഹം വിദർഭയെ നയിച്ചതും വിദർഭയ്ക്ക് വേണ്ടി പ്രകടനം കാഴ്ചയെല്ലാം നമുക്കറിയുന്നതാണ്. അപ്പം ആ ഒരു താരത്തെ മാറ്റി നിർത്തിയിട്ട് ഈ ലോങ് ഫോർമാറ്റിലേക്ക് ഒരു ടീമിനെ പ്രഖ്യാപിക്കാൻ കോഹ്ലിയും രോഹിത്തും ഇല്ലാത്ത ടീമിനെ പ്രഖ്യാപിക്കാൻ അഗാർക്കർ സംഘത്തിന് കഴിയില്ല. കൃത്യമായിട്ട് പിന്നെ ഈ താരത്തെ എടുത്ത് ടീമിൽ ഉൾക്കൊള്ളിച്ചു. വീണ്ടും വരുന്നതാണ് ഈ ശ്രേയസ് അയ്യറിന്റെ നിലവിലെ ഫോം പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഈ 18 സ്ക്വാഡിലേക്ക് ഇടം പിടിക്കാൻ വേണ്ടി പറ്റില്ല, എല്ലാവരെയും എല്ലാ പ്രതിഭകളെയും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നുള്ള മാത്രമാണ്. ഈ പറഞ്ഞ കരുൺ നായർ നമുക്കറിയാം പിന്നെ ട്രിപ്പിൾ സെഞ്ചുറി ഒക്കെ അടിച്ചിട്ട് ശേഷം ഒരു സ്ഥിരതയില്ലായ്മ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് അദ്ദേഹം പുറത്തായെന്ന് പറയാം. പക്ഷെ അതിനുശേഷം അദ്ദേഹം നിരവധി മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ചതിന് ശേഷം തിരിച്ചെത്താൻ വേണ്ടി പറ്റിയില്ല. അപ്പം ഇപ്പം ഈ തിരിച്ചെത്തിയത് ഈ ഇംഗ്ലണ്ട് പരീക്ഷ അത് വല്ലാത്തൊരു ഒരു അനുഭവമായിരിക്കും ഇന്ത്യൻ ടീമിൽ യുവ നിരക്ക് വരുന്നത്. യുവനിരയിൽ താരതമ്യേന പരിചയസമ്പത്ത് കൂടുതലുള്ള താരം കരുൺ നായരാണെങ്കിൽ അദ്ദേഹത്തിന്റെ ടെസ്റ്റിലെ അന്താരാഷ്ട്ര മത്സരങ്ങളൊക്കെ നോക്കുമ്പോൾ അതിലും കുറവാണ് വരുന്നത്. ഈ പറഞ്ഞ ശ്രേയസ് അയ്യർ അദ്ദേഹത്തിന് എനിക്കൊന്ന് അനുഭവ സമ്പത്ത് ഇപ്പം പറഞ്ഞത്. പിന്നെ അദ്ദേഹം കൗണ്ടിയിലും കളിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യ ടീം ഇപ്പൊ ഇംഗ്ലണ്ട് ലയൺസിനെതിരെ കളിച്ച സമയത്ത് ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം ഇരട്ട സെഞ്ചുറിയാണ് നേടിയത്. അദ്ദേഹം ഒരു തന്റെ ടീമിലെടുത്ത തീരുമാനം ശരിയാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. അത് തെളിയിക്കുകയാണെങ്കിൽ അപ്പൊ ഇനിയുള്ള ഇപ്പൊ ഈ പറയുന്ന 5 ടെസ്റ്റ് മത്സരങ്ങളുണ്ട്. ഈ മത്സര പരമ്പരയിലും ഇന്ത്യക്കായിട്ട് മികച്ച ഒരു പ്രകടനം കരുൺ നായർ കാഴ്ചവെക്കുകയാണെങ്കിൽ അത് ശ്രേയസ് അയ്യരുടെ ടെസ്റ്റ് ടീമിലേക്കുള്ള വരവിനെ അല്ലെങ്കിൽ ആ ഒരു കരുൺ നായരുടെ നമ്മൾ ഈ പറഞ്ഞ കരുൺ നായരാണ് ഫ്ലോപ്പ് ആവുന്നത്. കരുൺ നായറിന് എന്തായാലും പുറത്ത് പോകേണ്ടി ഒരു സംശയമില്ല. കാരണം കരുൺ അത്രത്തോളം പരിഗണന ലഭിക്കുന്ന താരമല്ല. ആയിരുന്നെങ്കിൽ നേരത്തെ എത്തിയാണ്. അപ്പൊ കരുൺ നായർ കിളങ്ങുവാണെങ്കിൽ കൂടി ശ്രേയസ് അയ്യർ ഈ ഫോം ആഭ്യന്തര ക്രിക്കറ്റിലും മറ്റു ഫോർമാറ്റിൽ തുടരുകയാണ്. സെലക്ടർമാർക്ക് നിർബന്ധമായി അദ്ദേഹത്തെ പരിഗണിക്കേണ്ടി വരും. അപ്പൊ പറഞ്ഞ പോലെ നമുക്ക് മറ്റു താരങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. ഒരുപക്ഷെ KL രാഹുൽ പോലെ സീനിയർ താരങ്ങൾ പിന്നെ ബലിയാടാക്കപ്പെട്ടേക്കാം. ഓപ്പണിംഗിലല്ല വരുന്നെങ്കിൽ കൂടി പിന്നെ ഓപ്പണിംഗ് ആണെങ്കിൽ കൂടി നിരവധി ഇപ്പം നമുക്ക് പ്രതിഭകൾക്ക് യാതൊരു ധാരണ വരുന്നില്ല. അപ്പം ഇതിൽ ആരാണോ ഫ്ലോപ്പ് ആവുന്നത് അവിടത്തേക്ക് ശ്രേയസ് അയ്യർ ഇടിച്ചു കയറുന്നതിൽ ഒരു സംശയമില്ല. ഇപ്പം സേഫ് നേരത്തെ പറഞ്ഞ തന്നെ കോഹ്ലിയോ കളിക്കാത്തൊരു മത്സരത്തിലാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ദേശീയ ടീമിലേക്ക് വന്ന് ആ മത്സരം തൊട്ട് അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിലെ എല്ലാ മത്സരങ്ങളിലും ആ സ്ഥിരം ഒരു ടീമിന്റെ നിർണായക ഒരു വജ്രായുധമായി മാറുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഫോമിൽ അദ്ദേഹം തുടർന്നാൽ ഏതെങ്കിലും ഒരു താരം ഫ്ലോപ്പ് ആയാൽ അഗാർക്കർ സംഘത്തിൽ നിർബന്ധമായി അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടി വരും. ഈ നിലവിലെ ഫോമിലാണെങ്കിൽ ആ ഒരു കച്ചിത്തുമ്പ് പിടിച്ചിട്ട് കയറി വന്ന ശ്രേയസ് അയ്യർ ടീമിലുണ്ടാവുന്നതിൽ സംശയമില്ല. ശ്രേയസ് അയ്യർ അങ്ങനെ പിന്നെ ഇതിനൊരു വലിയ തിരിച്ചടിയായി കാരണമല്ല. കരുൺ നായർ തിളങ്ങിയാൽ കൂടി എനിക്ക് തോന്നുന്നു കരുൺ നായർ തിളങ്ങിയാൽ ഇന്ത്യക്ക് മികച്ച 2 മധ്യതര ബാറ്റ്സ്മാരൊക്കെ ലഭിക്കും. കരുൺ നായരും ശ്രേയസ് അയ്യരും ഒരു കോമ്പിനേഷൻ മികച്ച രീതിയിൽ നമുക്ക് നാളെ ഈ പറഞ്ഞ രോഹിത്തും കോഹ്ലിയും പോയ 2 ഒഴിവിലേക്ക് ഇവർ രണ്ടും തിരിച്ചു വന്നു. ഇവർ രണ്ടും കൂടി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നു.
ഗില്ലിന് കരുത്തേക്കാൻ വേണ്ടി ഗില്ലിന്റെ നിര ആ ഒരു പുതിയ നിരയിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് താരങ്ങൾ അതിന് നേതൃത്വം വഹിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ഇപ്പൊ നിലവിൽ ശ്രേയസ് അയ്യരെ ടീമിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലിയ വിമർശനങ്ങളൊന്നും ഉന്നയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അതായത് തീർച്ചയായും അറിയിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് അതെ ആര് പുറത്താകുന്നില്ല. ഇപ്പൊ സായി സുദർശൻ ആണെങ്കിലും ഇപ്പൊ നിതീഷ് കുമാർ റെഡ്ഡി ആണെങ്കിലും വേറൊരു കുറച്ചുകൂടി ഡെപ്തിൽ ഇറങ്ങി കളിക്കുന്ന ഒരു താരമാണ്. ഇപ്പൊ പിന്നെയുള്ളത് ധ്രുവ് ജുറലെ വിക്കറ്റ് കീപ്പറാണ്. അപ്പൊ ആരെ ഒഴിവാക്കുന്നുള്ള ഒരു കൃത്യമായ ചോദ്യം തീർച്ചയായിട്ടും ഈ ചോദ്യം തന്നെ ഈ ഒരു പ്രശ്നം തന്നെ ആയിരിക്കും ഏറ്റവും അധികം സെലക്ടർമാര് അലട്ടിയിരുന്നത്. അത് പ്രധാനമായിട്ട് ഇപ്പം സൗരവ് ഗാംഗുലി അല്ലാതെ വലിയൊരു വിമർശനമാരും ഉന്നയിച്ചിട്ടില്ല. കാരണം അത് അല്ല, പിന്നെ നമ്മളിത് പറയുമ്പോൾ വേറെ കാര്യം കൂടി ഇപ്പൊ അജിത് അഗാർക്കറും ഗാംഗുലിയും തമ്മിൽ നല്ലൊരു ബന്ധമൊക്കെ ഉള്ള ഒരു ആളുകളാണ്. അതെ തീർച്ചയായും ഇപ്പൊ കൊൽക്കത്തക്ക് വേണ്ടിയിട്ട് കൊൽക്കത്തക്ക് കളിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കുന്ന സമയത്തൊക്കെ മികച്ച ബന്ധം. എന്തായാലും അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഒരു ചോദ്യം ഇനിയിപ്പോ ഗാംഗുലി ആരെ പുറത്താക്കിയിട്ട്, അതെ അത് മാത്രമല്ല ആരെ പുറത്താക്കിയിട്ടാണ് ശ്രേയസ് അയ്യരെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നത് എന്ന കാര്യമാണ് ഗാംഗുലി കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടത് എനിക്ക് തോന്നുന്നു. ഗാംഗുലിക്ക് ഉത്തരം ഉണ്ടാവില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അഗാക്കറായിട്ടിലെ നമ്മൾ പറഞ്ഞ ബന്ധം ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിന് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇപ്പൊ പറ്റുന്ന ഏക താരം സൗരവ് ഗാംഗുലി തന്നെ ആയിരിക്കും. ഒരു താരത്തിന് വേണ്ടി ഗാംഗുലി എങ്ങനെയാണ് ആ ടീമിനെ വാർത്തെടുത്തതും ഗാംഗുലിയുടെ ദാദയുടെ നമുക്കറിയാം. അപ്പൊ അതുപോലെ ശ്രേയസ് എന്ന പ്രകടനം കാണുമ്പോൾ ഗാംഗുലി ചോദിച്ചു പോകും. അതാണ് ഗാംഗുലി എന്ന ക്രിക്കറ്റർ, നമുക്കറിയാം അദ്ദേഹത്തിന് അത് ചോദിക്കാൻ വേണ്ടി പറ്റും. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ പറഞ്ഞത് ആര് പുറത്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ ഗാംഗുലിക്ക് ഉത്തരം ഉണ്ടാവില്ല. അവിടെ 19 ടീം പ്രഖ്യാപിക്കേണ്ടി വന്നേക്കാം. അല്ലാതെ വേറെ വഴി കാണുന്നില്ല ഇപ്പം. അതുകൊണ്ടാണ് ഈ വലിയ വിമർശനം ഇല്ലാണ്ട് ഇത് കരുൺ നായർ വന്നപ്പോൾ എല്ലാവരും കൈയടിച്ചു. ശ്രേയസ് അയ്യർ പോയി ഇല്ലല്ലോ എന്ന് പരിതപിച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അത് ഗാംഗുലി ചോദിച്ചു. ഇനി അടുത്ത ഇത് വരുമ്പോഴേക്കും അത് ആരെങ്കിലും വാങ്ങിയാൽ അയ്യർ കയറി വരുന്ന ഉറപ്പാണ്. അതല്ലെങ്കിൽ രീതിയിൽ തന്നെ പോകും. അത് വേറെ രക്ഷയില്ല. എന്തായാലും ഇംഗ്ലണ്ടിൽ ഇന്ത്യൻ ടീമിന് യുവനിരക്ക് ഒരു മികച്ച പ്രകടനം തന്നെ നടത്താൻ കഴിയട്ടെ. ശ്രേയസ് അയ്യർക്ക് ഇനിയും അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ചർച്ച നമുക്ക് ഇതിനൊരു അതായത് ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്തുന്ന സമയത്ത് ആരെ ഒഴിവാക്കുമെന്നൊരു കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണ്. അത് ഗാംഗുലി അത് കൃത്യമായി പറയുന്നുമില്ല. ഗാംഗുലി ജസ്റ്റ് ഞാനാണെങ്കിൽ ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്തുമെന്ന് മാത്രമാണ് പറയുന്നത്. എന്തായാലും അയ്യർക്ക് ഇനിയും അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.